ഈ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവർക്കും ദൈവ തിരുമനസ്സനുസരിച്ച് ഒന്നിനും കുറവില്ലാതെ ദൈവികമായ സംരക്ഷണം വിശുദ്ധനിലൂടെ ലഭിക്കുമെന്ന് ഈ പ്രദക്ഷിണ വഴി പൂർത്തിയായി ഇവർ തിരിച്ചെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയുകയാണ്. പ്രദക്ഷിണം ഭക്തിപൂർവ്വം ദേവാലയത്തിലേക്ക് തിരികെ കയറുന്നു. 101 പൊൻകുരിശുകൾ വഹിച്ചവരും അതുപോലെ മുത്തുകുടകളേന്തിയവരും പ്രദക്ഷിണം ഈ അന്തിമിഷത്തേക്ക് കയറുമ്പോൾ അത് തിരികെ വെക്കുന്നത് വിവിധ സ്ഥാനങ്ങൾ നൽകിയിട്ടുള്ളവരേക്ക് കൊണ്ടുപോകേണ്ടത് വാദ്യമേളങ്ങളോടെ ഭക്തിയാദരവുകളോടെ ആത്മീയമായ ഭക്തിസംബന്ധ രീതിയിൽ നടത്തിയ ഈ ആത്മീയ യാത്ര ദേവാലയത്തിലേക്ക് എത്തി സമാപിക്കുകയാണ്. വൈദ്യുത ദീപാലങ്കാരങ്ങളുടെ പ്രഭയിൽ തിളങ്ങി 101 പൊൻകുരിശുകൾ ഈ ദേവാലയ മുറ്റത്ത് ഒരേപോലെ നിരനിരയായി അണിനിരന്ന് നിൽക്കുമ്പോൾ സ്വർഗീയ പ്രഭയിൽ സ്വർഗീയമായ കാഴ്ചയിൽ നമ്മളെല്ലാം സന്തോഷത്തിലും അനുഗ്രഹീതരുമായി മാറുകയാണ്. ഈ 101 പൊൻകുരിശുകൾ ഈ ദേവാലയ മുറ്റത്തേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഈ നാടിന്റെ പ്രധാന വഴികളിലൂടെ ഇത് കടന്നു വന്നപ്പോൾ ഈ ദേവാലയവും ഈ പരിസരവും അതെടുത്ത വ്യക്തികളും മാത്രമല്ല, ഈ കുരിശുകൾ കടന്നു വന്ന വഴികളും ഇത് ഒരു നോക്കെങ്കിലും കണ്ടവരും സ്വർഗീയമായ അനുഗ്രഹങ്ങളാൽ നിറയുകയായിരുന്നു. ഈ കുരിശയാത്ര സുഗമമായി പൂർത്തിയാക്കുന്നതിനായി ഏതെങ്കിലും രീതിയിൽ സഹകരിച്ച എല്ലാവരും സ്വർഗീയമായ അനുഗ്രഹങ്ങൾ സമൃദ്ധമായി നേടുകയായിരുന്നു. സ്നേഹമുള്ളവരെ, സാധിക്കുന്നത്ര എല്ലാവരും ദേവാലയ മുറ്റത്തേക്ക് കഴിവതും കടന്നുവന്ന് അടുത്ത് നിന്ന് പിന്നീട് വരുന്നവർക്കും സുഗമമായി ഈ ദേവാലയ മുറ്റത്തേക്ക് കടന്നു വരുന്നതിനുള്ള അവസരം ഒരുക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. വലിയ ഭക്തിയിലും പ്രാർത്ഥനാരൂപിയിലും പരസ്പരം അനുഗ്രഹിക്കുന്നതുമാണ് നമ്മുടെ ഈ യാത്ര പൂർത്തിയാക്കി ദേവാലയ തിരുമുറ്റത്തേക്ക് എത്തുന്നത്. ഇപ്പോൾ സമാപന പ്രാർത്ഥനകൾ നടക്കേണ്ടതുള്ളതിനാൽ വാദ്യഘോഷങ്ങൾ നിർത്തി പ്രാർത്ഥനയോട് സഹകരിക്കണമെന്ന് ഈ വാദ്യഘോഷങ്ങൾ നടത്തുന്നവരോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്.